Hello students. അപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂളിലെ റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ, എവിടെയാണ് അതിൻ്റെ ആവശ്യം, ഏതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെഗുലേറ്റഡ് പവർ സപ്ലൈസ് ആണ് അവൈലബിൾ, ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ ട്യൂബ്സ് അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന മിക്ക ഇലക്ട്രോണിക് സർക്യൂട്ട്സിലും ഒരു ഡി സി പവറിൻ്റെ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഈ ട്യൂബ് ആംപ്ലിഫയേഴ്സിൻ്റെ കേസിൽ ഡി സി പവർ ആവശ്യം പ്ലേറ്റ്, സ്ക്രീൻ ഗ്രിഡ് ആൻഡ് കൺട്രോൾ ഗ്രിഡിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ കേസിൽ എമിറ്ററും കളക്ടറിലും ബയാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡി സി പവർ ആവശ്യം. അപ്പോൾ ഇങ്ങനത്തേൽ ഡി സി പവർ ആവശ്യമുണ്ട് ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ. അപ്പോൾ ബാറ്ററി യൂസ് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ആപ്ലിക്കേഷനിൽ, കാരണം ബാറ്ററി യൂസ് ചെയ്യുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ്. ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതിന് നോർമലി എന്താ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ എ സി ലൈൻസ് റെക്ടിഫയർ ഫിൽട്ടർ സർക്യൂട്ട് വെച്ചിട്ടാണ് ഡി സി പവർ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ റെക്ടിഫയർ ഫിൽട്ടർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡി സി പവർ സപ്ലൈ നമുക്ക് തരും. പക്ഷേ അതിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എ സി ലൈൻ മെയിൻസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായാൽ അല്ലെങ്കിൽ ലോഡിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടായാൽ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യും. അതെന്നാൽ മിക്ക ഇലക്ട്രോണിക് സർക്യൂട്ട്സും ഈ വേരിയേഷൻ അത് എഫേർഡ് ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ ഈ വേരിയേഷൻ ഇല്ലാതാക്കാൻ പറ്റും, ആ ഒരു ചിന്തയിൽ നിന്നാണ് റെഗുലേറ്റഡ് പവർ സപ്ലൈ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ ഓർഡിനറി പവർ സപ്ലൈ ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓർഡിനറി പവർ സപ്ലൈ എന്ന് പറഞ്ഞതാണ് വിൽ ബി ഹാവിങ് എ ബ്രിഡ്ജ് റെക്ടിഫയർ for converting the AC to pulsating DC, and this pulsating DC നെ almost constant ആയിട്ടുള്ള DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് we are using a filter. So in the circuit given, input എന്ന് പറയുന്നത് ഒരു AC voltage ആണ് 230 volt 50 Hz, and then it is given to a bridge rectifier which converts this AC input into pulsating DC, and then it is given to a filter which removes the ripples from the input. അങ്ങനെ ഔട്ട്പുട്ടിൽ നമുക്കൊരു ഡി സി വോൾട്ടേജ് കിട്ടും. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻ എന്താണ്? ദ ഡി സി ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് ചേഞ്ചസ് വെൻ ഇഫ് ദി ഇൻപുട്ട് എ സി വോൾട്ടേജ് ചേഞ്ചസ്, ആൻഡ് ഓൾസോ അതായത് ഇൻപുട്ട് എ സി വോൾട്ടേജിൽ ഒരു 5% ഇൻക്രീസ് ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജും 5% ഇൻക്രീസ് ചെയ്യും. അല്ലെങ്കിൽ ലോഡ് കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജും ചേഞ്ച് ചെയ്യും. ലോഡ് കറണ്ട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് കുറയും. കാരണം കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറവാണ്, അപ്പോൾ വോൾട്ടേജും കുറവായിരിക്കും. അപ്പോൾ അതാണ് ഈ ഓർഡിനറി റെഗുലേറ്റഡ് ഓർഡിനറി പവർ സപ്ലൈൻ്റെ ഡീമെറിറ്റ്. ഓർഡിനറി പവർ സപ്ലൈൻ്റെ ഡീമെറിറ്റ് എന്താണ്? ഡി സി വോൾട്ടേജ്, ഔട്ട്പുട്ട് ഡി സി വോൾട്ടേജ് വേരിയേഷൻസ് വിൽ ബി ഷോൺ ഇഫ് ദർ ഇസ് വേരിയേഷൻ ഇൻ ദി എ സി മെയിൻസ് ആസ് വെൽ ആസ് ദി ലോഡ് കറണ്ട്. So അതുകൊണ്ടാണ്, that is why we are moving on to regulated power supply. Regulated power supply ന്റെ block diagram എങ്ങനെയാണ്? Here AC voltage is given to an ordinary power supply. അതിന്റെ ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും നമുക്ക്? ഓൾമോസ്റ്റ് ഒരു ഡി സി വോൾട്ടേജ് ആണ് കിട്ടുക. അതിനെ കോൺസ്റ്റന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് we are giving it to a voltage regulator. സോ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്താണ്? എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് ആണ്. ഇപ്പോൾ 5 വോൾട്ട് ആണ് വേണ്ടതെങ്കിൽ എപ്പോഴും നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ടിൽ എന്താ കിട്ടുക? 5 വോൾട്ട് ആണ് കിട്ടുക. സോ ദിസ് ഇസ് ദ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാം ഫോർ ദ റെഗുലേറ്റഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ദറ്റ് ഇസ് ആസ് വി ഹാവ് സീൻ ബിഫോർ, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് 230 വോൾട്ട് 50 ഹെർട്സ്. ഇറ്റ് ഇസ് ഗിവൺ ടു എ ബ്രിഡ്ജ് റെക്ടിഫയർ വിച്ച് കൺവേർട്സ് ഇറ്റ് ടു പൾസേറ്റിംഗ് ഡി സി. അതാണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് സൈൻ വേവ്. Then at point Q എന്ന് പറയുന്നത് ഇവിടെയാണ്. Here we get a pulsating DC. അപ്പം ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആസ് ദി ഇൻപുട്ട് സ്റ്റാർട്ട്സ് ഇൻക്രീസിങ് ആൻഡ് റീച്ചസ് മാക്സിമം വാല്യൂ, കപ്പാസിറ്റർ എന്ത് ചെയ്യും? ചാർജ് ചെയ്ത് മാക്സിമം വാല്യൂവിലെത്തും. ദെൻ എന്താണ്? ഇൻപുട്ട് കുറയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യും? സ്ലോലി ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്ററിന്റെ വാല്യൂ വെരി ഹൈ വാല്യൂ ആയിരിക്കും, അപ്പോൾ സ്ലോലി ആണ് അത് ഡിസ്ചാർജ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ഒരു ഡി സി ലൈക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് പോലെ കിട്ടും. ദെൻ ഇറ്റ് ഇസ് സോ ഇവിടെ ഈ കപ്പാസിറ്റർ ആണ് ഫിൽട്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റീവ് ഫിൽട്ടർ ആണ് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് എ വെരി സിമ്പിൾ ഫിൽട്ടർ. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ടു എ റെഗുലേറ്റർ. സെനർ ഡയോഡാണ് ഇവിടെ റെഗുലേറ്ററായി, വോൾട്ടേജ് റെഗുലേറ്ററായി യൂസ് ചെയ്യുന്നത്. ആസ് യു ഹാവ് സ്റ്റഡീഡ് ഇൻ ഏർലിയർ ക്ലാസ്സസ്,
Zener diode acts as a voltage regulator when it is in reverse breakdown region. Reverse biased condition ലാവുമ്പോഴാണ് അതാണ് മേലെ നെഗറ്റീവ് താഴെ പോസിറ്റീവ്. സോ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ കണ്ടീഷനിലാണെങ്കിലാണ് അത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ നേച്ചർ എന്താണ്? Why? Because reverse bias conditionലാണെങ്കിൽ whatever be the current flowing through the Zener diode, അതിന് across ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. സോ അറ്റ് പോയിന്റ് എസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ വി ആർ ഗെറ്റിംഗ് എ കോൺസ്റ്റന്റ് ഡി സി വോൾട്ടേജ്. അപ്പോൾ നമ്മൾ നോർമൽ ഓർഡിനറി പവർ സപ്ലൈൻ്റെ ഔട്ട്പുട്ടിൽ ഒരു റെഗുലേറ്റർ പ്ലേസ് ചെയ്തു. അപ്പം നമുക്ക് വി അച്ചീവ് എ കോൺസ്റ്റന്റ് ഡി സി വോൾട്ടേജ് അറ്റ് ദി ഔട്ട്പുട്ട്. So we have already discussed what is the need of regulated power supply. Why? Because the output voltage provided by the power supply varies if there is a variation in the input AC mains or if there is a variation in load current. So adine variation afford cheyan pattilla mikka electronic devices num. So we are moving on to regulated power supply. Now next we will discuss about the types of regulators. There are mainly two types of regulators. ഈ റെഗുലേഷന് വേണ്ടി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. ട്രാൻസിസ്റ്റേഴ്സ് എല്ലാമാണ് റെഗുലേഷൻ. ട്രാൻസിസ്റ്റേഴ്സ്, സെനർ ഡയോഡ് ഇതെല്ലാം നമ്മൾ വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇഫ് ദി regulator element is connected in series with the load, then it is called a series voltage regulation. And if the regulated element is connected parallel to the load, then it is called shunt regulator. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Here the regulated element is connected series with the load, and here the regulated element is connected parallel to the load, then it is called shunt voltage regulator. Now next is a term related to voltage regulation, that is, it is the amount voltage regulation. It is the amount of DC output voltage changes over a range of circuit operation. അപ്പോൾ the voltage provided at the output under no load condition. No load condition എന്ന് വെച്ചാൽ when current is not drawn from the supply. It will be reduced when a load current is drawn from the supply, that is under load condition. ഒരു ലോഡും പ്ലേസ് ചെയ്യാത്ത സമയത്ത് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹയർ ആയിരിക്കും. ഇനി ഒരു ലോഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? അവിടെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യും. the amount of DC voltage changes between no load and full load condition. അതാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് V no load minus V full load by V full load into 100%. അതാണ് വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈൻ ആൻഡ് ലോഡ് റെഗുലേഷൻ ആണ്. അപ്പം സോ ഫാർ വി വർ ഡിസ്കസിങ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് കോൺസ്റ്റന്റ് വോൾട്ടേജ് അല്ലേ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ചസ് ഇൻ ദ ഇൻപുട്ട് വോൾട്ടേജ് ഓർ ദ ചേഞ്ച് ഇൻ ദി ലോഡ്. ദാറ്റ് ഇസ് ആറിൽ ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇൻപുട്ട് വോൾട്ടേജിൽ ചേഞ്ച് ഉണ്ടായാലും ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വി ആർ ഡീലിംഗ് വിത്ത് ലൈൻ റെഗുലേഷൻ ആൻഡ് ലോഡ് റെഗുലേഷൻ ആണ്. അപ്പോൾ ലൈൻ റെഗുലേഷൻ മീൻസ് ലൈൻ റെഗുലേഷൻ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു രണ്ട് റീസൺ ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാനുള്ളത്. ഒന്ന് ലൈൻ വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ, ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്താൽ, അതാണ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ. ഡെൽറ്റ വി ഒ ബൈ ഡെൽറ്റ വി ഐ, ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ടു ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോൾ സപ്പോസ് ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 230 വോൾട്ട് 50 ഹെർട്സ് ആണ്. അപ്പോൾ എന്താ ഈ ഒരു റെഗുലേറ്റർ വോൾട്ടേജ് റെഗുലേറ്ററിലേക്ക് കൊടുക്കുന്നു നമ്മൾ. ആ റെഗുലേറ്റർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് 5 വോൾട്ട് തന്നെയാണ് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സപ്പോസ് ഇൻപുട്ടിൽ ചെറിയൊരു വേരിയേഷൻ, എന്തോ ഒരു ഫ്ലക്ച്വേഷൻ വന്ന് 235 വോൾട്ട് വന്നതെന്ന് വെച്ചോ, അപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം? 5 വോൾട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അതാണ് ഒരു റെഗുലേറ്ററിന്റെ ഫംഗ്ഷൻ. അപ്പോൾ ഐഡിയൽ കേസ് ആണെങ്കിൽ ഈ ചേഞ്ച് ഇൻ ഈ ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 0% ആയിരിക്കണം. എങ്ങനെയാണ് 0% വരിക? ഡെൽറ്റ വി ഒ എന്ന് പറയുന്നത് എന്താ? ഈ കേസിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കേസിൽ 235 ആവുമ്പോഴും 5 വോൾട്ട് ആണ്, 230 ആവുമ്പോഴും 5 വോൾട്ട് ആണ്. അപ്പോൾ ഡെൽറ്റ വി ഒ എന്താണ്? 0 ആണ്. എന്നാൽ ഡെൽറ്റ വി ഐ എന്താണ്? 235 മൈനസ് 230 5 വോൾട്ട് ആണ്.
അപ്പോൾ 0/5 എന്ന് പറഞ്ഞാൽ എന്താണ് 0%. ഐഡിയൽ കേസിൽ എന്താണ് ലൈൻ റെഗുലേഷൻ എന്ന് പറയുന്നത് 0% ആണ്. Even if the input changes, output voltage should remain constant. Okay. ഇനി ഈ ഡെൽറ്റ വി ഒ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് മില്ലി വോൾട്ട് ആണ്. വെറസ് ഡെൽറ്റ വി ഐ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇൻ ദ റേഞ്ച് ഓഫ് വോൾട്ട് ആണ്. ആൻഡ് ലൈൻ റെഗുലേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സോറി മില്ലി വോൾട്ട് അല്ല മൈക്രോ വോൾട്ട്. ലൈൻ റെഗുലേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മൈക്രോ വോൾട്ട് പെർ വോൾട്ട് ആണ്. നെക്സ്റ്റ് ലോഡ് റെഗുലേഷൻ ആണ്. അപ്പോൾ ഇനി എന്താണ്, ലോഡിൽ വേരിയേഷൻ വന്നാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. സോ അതാണ് ലോഡ് റെഗുലേഷൻ മീൻ ചെയ്യുന്നത്. ഡെൽറ്റ വി ഒ ബൈ ഡെൽറ്റ ഐ എൽ ആണ്. ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് ആണ്. ഇനി ഡെൽറ്റ വി ഒ എന്ന് പറയുന്നത് വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ബൈ ഡെൽറ്റ ഐ എൽ ആണ്. വി നോ ലോഡ് എന്ന് പറയുന്നത് വെൻ കറണ്ട് ഇസ് നോട്ട് ഡ്രോൺ ഫ്രം ദി സപ്ലൈ. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ റെസിസ്റ്റൻസ് അത്രയും ഹൈ ആണ്, അതുകൊണ്ടാണ് ലോഡ് കറണ്ട് ഒന്നും എന്താ ഡ്രൈവ് ചെയ്യരുത്. ഇനി വി ഫുൾ ലോഡ് എന്ന് പറയുന്നത് അവിടെ ഒരു ദ കറണ്ട് ഇസ് ഡ്രോൺ ഫ്രം ദി സപ്ലൈ. അപ്പോൾ വി നോ ലോഡ് മൈനസ് വി ഫുൾ ലോഡ് ബൈ ഡെൽറ്റ ഐ എൽ ആണ്. ഐഡിയൽ കേസിൽ ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഐഡിയൽ കേസിൽ ഇറ്റ് ഷുഡ് ബി 0%. ഓക്കെ, വി നോ ലോഡ് വന്നാലും വി ഫുൾ ലോഡ് വന്നാലും വോൾട്ടേജ് എന്തായിരിക്കണം, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഐഡിയൽ കേസിൽ ലോഡ് റെഗുലേഷൻ എന്ന് പറയുന്നത് 0% ആണ് ഐഡിയൽ കേസിൽ. So this is line regulation and load regulation. Okay, അപ്പോൾ ലൈൻ റെഗുലേഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ചേഞ്ച് ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഐഡിയലി അത് 0% ആയിരിക്കണം. ഇനി ലോഡ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് ആണ്. ഐഡിയലി ഇറ്റ് ഷുഡ് ഓൾസോ ബി 0%.